മലിനീകരണ പ്രശ്നം ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ബീരിച്ചേരി മത്സ്യ വിപണന കേന്ദ്രത്തിന്റെ പേരിലുള്ള തർക്കത്തിന് പരിഹാരമാകുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ബാവയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം പോലീസിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രദേശത്തെ കുടിവെള്ള സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കുവാൻ തീരുമാനിച്ചു. Alruba fried chicken masala. Natural herbs, no artificial color, no MS. ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ 4 വർഷത്തോളമായി പ്രവർത്തിച്ചു വന്നിരുന്ന മത്സ്യവില്പന കേന്ദ്രത്തിൽ നിന്നും മലിനീകരണ പ്രശ്നമുണ്ടെന്ന് കാട്ടി ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി 6 മാസം മുൻപാണ് രംഗത്ത് വന്നത്. 2 തവണ ഇരുഭാഗത്തുള്ളവരും തമ്മിൽ ചർച്ചയ്ക്ക് പോലീസും വ്യാപാര സംഘടനകളും നേതൃത്വം വഹിച്ചുവെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല. ഇതിനെ തുടർന്ന് മത്സ്യവിപണന കേന്ദ്രം ഉടമകൾ ഹൈക്കോടതിയിൽ നിയമ നടപടി തുടങ്ങുകയും ചെയ്തു. ഇതോടെ ബീരിച്ചേരിയിൽ രൂപം കൊണ്ട പ്രതിഷേധ കൂട്ടായ്മ സമരം ആരംഭിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ തീരുമാനം വിപണന കേന്ദ്രത്തിന്റെ ഉടമകൾക്ക് അനുകൂലമായതോടെ പിന്നീട് കേന്ദ്രം തുറക്കാൻ ശ്രമം തുടങ്ങിയതോടെ വീണ്ടും തർക്കമുടലെടുത്തു. വിപണന കേന്ദ്രത്തിന്റെ മോട്ടോറും നെയിം ബോർഡും ഉൾപ്പെടെ നാശം വരുത്തിയെന്ന പരാതിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വ്യാഴാഴ്ച രാവിലെ ഉടമകൾ സ്ഥാപനത്തിലേക്ക് മത്സ്യം വിപണനത്തിന് മിനി ലോറിയിൽ എത്തിച്ചതോടെ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തടയുകയും പോലീസ് ഇടപെടുകയുമായിരുന്നു. വൈകുന്നേരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ബാവയുടെ നേതൃത്വത്തിൽ കാര്യാലയത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളുടെ പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും ചർച്ചയ്ക്ക് അവസരമുണ്ടായതോടെയാണ് അനുനയ സാധ്യത തുറന്നത്. ഒരു സ്റ്റോപ്പ് ഒന്നും ഇഷ്യമില്ല. ആ സ്പോട്ടിൽ ഷോപ്പ് അടക്കാം. ഇനി നിങ്ങൾ എന്ത് വിഷയം പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല. തല പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല. ആടെ അങ്ങനെ ഷോപ്പ് ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് കാര്യങ്ങളെല്ലാം ഒക്കെ തന്നെയാണ്. പക്ഷെ ജനങ്ങളെ കുടിവെള്ളം കുടിച്ചിട്ട് ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കില്ല. ഈ സൗകര്യം ആ സെപ്റ്റിക് ടാങ്കിന്റെ സൈഡിൽ നിന്നില്ല ബേബി ജില്ലി അതാണ് നീക്കം ചെയ്യണം. കറക്റ്റ് നിങ്ങളുടെ ചെറിയ ലെവലിട്ടോ നിങ്ങൾ 4 അടി ജില്ലയാവും ചെയ്യും. കാരണം നിങ്ങൾ അതിന് വരുന്ന വെള്ളം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ രാത്രി കഴിയുന്ന സമയത്തിലല്ല ഓവർഫ്ലോ വരുന്ന വെള്ളം ഇതിന്റെ ഔട്ട്സൈഡ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. വൈകാരികമായ പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും പോലീസിന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ഇങ്ങനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാതെ തീർക്കാനുള്ള പക്വത തീർച്ചയായും ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനായാലും രാഷ്ട്രീയ നേതൃത്വത്തിനായാലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ സിസ്റ്റമായാലും സംവിധാനമായാലും നിലനിൽക്കാൻ പറ്റൂ. ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ഉടമകളുടെ ആവശ്യത്തിൽ പരിസരത്തെ 5 വീടുകളിലെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതരുടെ അനുമതിയോടെ പരിശോധന നടത്തുവാനായിരുന്നു തീരുമാനം. കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നില്ലെന്ന് തെളിഞ്ഞാൽ സ്ഥാപനം തുറക്കാമെന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞത്. ഇതോടെ മാസങ്ങളായുള്ള ബീരിച്ചേരി മത്സ്യവിപണന കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷ നാട്ടുകാരിലുണ്ടായി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ബാവ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി.കെ. ബിജുകുമാർ, ചന്തേര എസ്.ഐ. കെ.പി. സതീഷ്, ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളായ ഫായിസ് ബീരിച്ചേരി, വി.പി. ഷുഹൈബ്, മത്സ്യവിപണന കേന്ദ്രം ഉടമകളായ പി. മഹമ്മൂദ്, പി. ജാഫർ, പി.കെ. ഖമറുദ്ദീൻ എന്നിവർക്കൊപ്പം അർഷാദ് പുതിയതെരു, വി.സി. സലാം എന്നിവരും പങ്കെടുത്തു. തീരുമാനപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയോടെ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളുടെയും മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പരിസരത്തെ വീടുകളിലെ കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.